ഇന്റേതു മാത്രം. രചന ശിവപ്രിയ. അവതരണം മിത്രവിന്ദ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല. ഒരു ഡോക്ടറായി ഞാൻ വെറും ഒരു കൃഷിക്കാരനായി ഒരുത്തിനെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ അച്ഛന് നാണമില്ലേ? കൂട്ടുകാരനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് സ്വന്തം മോളുടെ ജീവിതം ബലി കൊടുത്തിട്ടാണോ? ദുർഗാലക്ഷ്മി അച്ഛൻ്റെ നേർ കുറഞ്ഞു തുള്ളി. അച്ഛനോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മോള് ഞാൻ പറഞ്ഞത് അനുസരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീ ഒരിക്കലും എന്നെ ജീവനോടെ കാണില്ല. മരിക്കുന്നതിന് മുന്നേ നിന്നെ ദേവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ എൻ്റെ മുരളിക്ക് വാക്ക് കൊടുത്തതാണ് മോളെ. അതുകൊണ്ട് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാനെങ്കിലും എൻ്റെ മോള് ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. അത് പറയുമ്പോൾ ജയരാജൻ്റെ ശബ്ദമിടറി. അച്ഛൻ ഇങ്ങനെ കുട്ടികളെപ്പോലെ വാശി പിടിക്കരുത്. എൻ്റെ ജീവിതം വെച്ചാണ് അച്ഛൻ കളിക്കുന്നത്. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അച്ഛൻ എങ്ങനെയാണ് എന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തത്? ദുർഗ വിഷമത്തോട് ചോദിച്ചു. ഇത്രയും നാള് അച്ഛൻ നിന്നോടൊരു കാര്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ മോളെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവനെങ്ങനെ വാക്ക് കൊടുക്കേണ്ടി വന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവനോടെ ഇരിക്കാൻ പോലും എൻ്റെ മുരളിയാണ് കാരണം. നിനക്കറിയാലോ എല്ലാം. അന്ന് അവനിങ്ങനെ ഒരു വാക്ക് കൊടുക്കുമ്പോൾ എൻ്റെ മോൾ എൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. നീ എൻ്റെ വാക്കുകളെ എതിർക്കുമെന്ന് ഞാനൊന്ന് ചിന്തിച്ചതുമില്ല. ജയരാമൻ വേദനയോടെ തൻ്റെ നെഞ്ച് തടവി. മുരളിയങ്കിൾ കാരണമാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ അങ്കിളിൻ്റെ മോനെ കല്യാണം കഴിക്കാൻ എനിക്കൊരിഷ്ടമില്ല അച്ഛാ. അയാളൊരു കൃഷിക്കാരനല്ലേ? കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും ഒക്കെ നിരങ്ങി നടക്കുന്ന ഒരുവനെ എനിക്കെൻ്റെ ഭർത്താവായി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടറല്ലേ അച്ഛാ. എൻ്റെ പ്രൊഫഷനിൽ നിന്ന് തന്നെയുള്ള ഒരാളെ എനിക്ക് കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് പോലും. ഇനിയിപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ കൂടി മറ്റേതെങ്കിലും ഉയർന്ന പൊസിഷനിലുള്ള ഒരാളെ എനിക്ക്, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ഇതിപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്നത് ഒരു കൃഷിക്കാരനെയാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞാൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കെട്ടു പോകും. അല്ലെങ്കിൽ തന്നെ ഒരു ഡോക്ടറായി എനിക്ക് ചേർന്നതാണോ ഈ ബന്ധം? കല്യാണമെന്ന് പറയുന്നത് ഒരു കുട്ടിക്കളി അല്ലല്ലോ. ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷനോടൊപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം തള്ളി നീക്കുക? ദുർഗാലക്ഷ്മി ജയരാമനോട് ചോദിച്ചു. അവനൊരു കൃഷിക്കാരനാണെന്ന് കരുതി നീ അവനെ വില കുറച്ച് കാണരുത് ദുർഗ. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും കളക്ടറുമൊക്കെ ആയാൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാനോ ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അവൻ സ്വന്തം പാടത്ത് കൃഷി ചെയ്ത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നവയാണ്. അതുകൊണ്ട് അവൻ്റെ ജോലിയെക്കുറിച്ച് നീ വില കുറിച്ച് കാണണ്ട. അതുപോലെ തങ്കപ്പെട്ട മോനാണ് ദേവൻ. അവൻ്റെ കൂടെ നീ എന്നും സന്തോഷത്തോടെ തന്നെ ജീവിക്കുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. നീയെന്ന് അവനെ കണ്ട് സംസാരിച്ചു നോക്ക്. ഉറപ്പായും അവൻ്റെ ക്യാരക്ടർ നിനക്കിഷ്ടപ്പെടും. ഒരാളെ അവരുടെ തൊഴിലടിസ്ഥാനത്തിൽ ഒരിക്കലും വിലയിരുത്തരുത്. രോഗികളെ ചികിത്സിക്കേണ്ട ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയാമോ മോളെ? പിന്നെ ഈ കല്യാണം കഴിഞ്ഞാൽ നിനക്കവനെ കൂടുതൽ മനസ്സിലാക്കാനും അടുത്തറിയാനും കഴിയും. ദേവൻ്റെ നന്മ നീ തിരിച്ചറിഞ്ഞാൽ അച്ഛൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് നിനക്കൊരിക്കലും തോന്നില്ല. ഈ ലോകത്ത് മറ്റാരേക്കാളും അവൻ നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. ഇത്രയും നല്ലൊരു പയ്യനെ നിനക്കൊരിക്കലും കിട്ടില്ല മോളെ. ജയരാമൻ മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അച്ഛൻ എന്താ എന്നെയൊന്നും മനസ്സിലാക്കാത്തത്? ദുർഗ വിഷമത്തോടെ ജയരാമനെ നോക്കി. മോളെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, മരണക്കിടക്കയിലുള്ള സുഹൃത്തിന് അവസാനമായി കൊടുത്ത വാക്ക് പാലിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാ മോളെ. അത് പറഞ്ഞുകൊണ്ട് ജയരാമൻ മുരളിക്ക് താൻ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാനുള്ള സാഹചര്യം മകളോട് വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദുർഗയ്ക്ക് ആകെ സങ്കടമായി. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന മുരളിയെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കൃഷിക്കാരനാണ്. അതാണ് അവൾക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയത്.
പക്ഷെ തൻ്റെ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ എന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ ആ വിവാഹത്തിന് സമ്മതിക്കാൻ അവൾ തീരുമാനിച്ചു. അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ കാരണം സുഹൃത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ പോകണ്ട. ഒന്നുമില്ലെങ്കിലും എൻ്റെ അച്ഛനെ എനിക്ക് ജീവനോടെ കാണാൻ കഴിയുന്നത് മുരളിയങ്കിൾ കാരണമാണല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് ദുർഗാലക്ഷ്മി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മുറിയിലേക്ക് പോയി. പൊന്നുമടത്തിൽ ജയരാമൻ്റെയും രേണുകയുടെയും ഒരേയൊരു മകളാണ് ദുർഗലക്ഷ്മി. MBBS ഫസ്റ്റ് റാങ്കോടെ ജയിച്ച അവൾ ഇപ്പോൾ PGക്കുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിലാണ് ജയരാമൻ അവൾക്ക് തൻ്റെ ഉറ്റ സുഹൃത്തായ മുരളിയുടെ മകൻ്റെ കല്യാണാലോചന കൊണ്ടുവരുന്നത്. ജയരാമൻ ലിവർ സിറോസിസ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ സമയത്ത് അദ്ദേഹത്തിന് കരൾ ദാനം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ജയരാമൻ്റെ ഉറ്റ കൂട്ടുകാരനായ മുരളിയാണ്. ജയരാമൻ്റെ ഓപ്പറേഷൻ വിജയകരമായി നടന്നെങ്കിലും മുരളിക്ക് അദ്ദേഹത്തിൻ്റെ മുറിവിൽ അണുബാധയുണ്ടാകുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. മരണക്കിടക്കയിൽ വെച്ച് മുരളി ഒരേയൊരു കാര്യം മാത്രമാണ് ജയരാമനോട് ആവശ്യപ്പെട്ടത്. മുരളിയുടെ ഭാര്യ രേവതി അവരുടെ മകൻ ദേവന് 1 വയസ്സുള്ളപ്പോഴാണ് കുളത്തിൽ വീണ് മരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു കല്യാണം കഴിക്കാതെ മുരളി ഒറ്റയ്ക്ക് മകനെ വളർത്തി വലുതാക്കി. ജാതകപ്രകാരം 30 വയസ്സിൽ മുരളിയുടെ മകൻ ദേവൻ്റെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു യോഗം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ജോത്സ്യൻ വിധി എഴുതിയിട്ടുണ്ട്. അങ്ങനെ മകനു വേണ്ടിയുള്ള പെണ്ണ് നോക്കുന്നതിനിടയിലാണ് ജയരാമന് സുഖമില്ലാതായ വിവരമറിഞ്ഞ് മുരളി അദ്ദേഹത്തിന് തൻ്റെ കരൾ ദാനം ചെയ്യാനായി എത്തുന്നത്. പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വരുമെന്ന് ആ പാവം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. പക്ഷെ കൂട്ടുകാരനെ സഹായിച്ചതിലൂടെ തൻ്റെ മരണം സംഭവിക്കാൻ പോവാണെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന് തൻ്റെ തീരുമാനമോർത്ത് വിഷമമൊന്നും തോന്നിയില്ല. പക്ഷേ താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നോർത്താണ് മുരളി വിഷമിച്ചത്. മരണക്കിടക്കയിലും ആ വേദന അദ്ദേഹത്തെ വേട്ടയാടി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും തൻ്റെ മകൻ ദേവനെ സ്വന്തം മകനെപ്പോലെ നോക്കണമെന്നും അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ മുന്നിൽ നിൽക്കണമെന്നും മുരളി അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപായി ജയരാമനോട് ആവശ്യപ്പെട്ടു. അത് കേട്ട ജയരാമൻ തൻ്റെ മകളെ മുരളിയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്നും ദേവനെ ജീവിതത്തിൽ തനിച്ചാക്കില്ലെന്നും മുരളിക്ക് വാക്ക് നൽകി. അത് കേട്ട മുരളിക്ക് സന്തോഷമായി. തൻ്റെ മകനോട് ജയരാമൻ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഈ സംഭവമൊക്കെ നടക്കുന്നത് 1 വർഷം മുൻപാണ്. അന്ന് ദേവന് വയസ്സ് 28 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലിപ്പോൾ അവന് 30 വയസ്സാകാൻ ഇനി 6 മാസം കൂടിയുള്ളൂ. തൻ്റെ മകളുടെ MBBS പഠനം പൂർത്തിയാക്കിയ ശേഷം അവളെ ദേവനെ കൊണ്ട് കെട്ടിക്കാനാണ് ജയരാമൻ മനസ്സിൽ ചിന്തിച്ചത്. അങ്ങനെ മകളുടെ റിസൾട്ട് വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ആലോചന അവൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. തൻ്റെ അച്ഛൻ ദേവൻ്റെ അച്ഛന് വാക്ക് കൊടുത്ത വിവരമറിഞ്ഞപ്പോൾ ദുർഗയ്ക്ക് പിന്നെ ജയരാമൻ്റെ വാക്കുകളെ എതിർക്കാൻ കഴിയാതെ ദേവനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. BA മലയാളം എടുത്ത് പഠിച്ച ദേവൻ ഡിഗ്രി കഴിഞ്ഞ പാടെ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. മുരളിക്കും അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം കൃഷി തന്നെയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാനാണ് ആ മകനും ആഗ്രഹിച്ചത്. ദുർഗയ്ക്ക് പക്ഷേ താനൊരു ഡോക്ടർ ആയതുകൊണ്ട് ഒരു കൃഷിക്കാരനെ കല്യാണം കഴിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. അച്ഛനെ എതിർക്കാൻ വയ്യാതെ ആ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും അവൾ തൻ്റെ മനസ്സിൽ മറ്റു ചില പദ്ധതികൾക്ക് രൂപം നൽകി. അതുപ്രകാരം അവൾ കല്യാണത്തിന് മുൻപ് തന്നെ ദേവനെ കണ്ട് ഒരു എഗ്രിമെൻ്റ് വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ദുർഗാലക്ഷ്മി ദേവനെ കാണാനായി എത്തി. കറുപ്പ് കരയുള്ള വെളുത്ത മുണ്ടും ഇളം മഞ്ഞ നിറമുള്ള ഷർട്ടുമാണ് ദേവൻ്റെ വേഷം. നെറ്റിയിലൊരു ചന്ദനക്കുറിയും ചുണ്ടിൽ മൃദുവായ ഒരു പുഞ്ചിരിയുമുണ്ട്. ചെറുതായി പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ തുടച്ചുകൊണ്ട് അവൻ സെറ്റിയിലിരുന്നു. നല്ല കട്ടത്താടിയുള്ള ഒരു ചുള്ളൻ തന്നെയാണവൻ. ദുർഗയ്ക്ക് പക്ഷേ മുണ്ടും ഷർട്ടുമിട്ട് നടക്കുന്നവരെ തീരെ ഇഷ്ടമില്ല. അവൾക്കിപ്പോഴും ഇൻഷർട്ട് ചെയ്ത് നടക്കുന്നവരെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ദേവൻ്റെ വേഷം കണ്ടപ്പോൾ അവൾ അവനെ ഒന്നു നോക്കി. കാണാനൊക്കെ സുന്ദരനാണെങ്കിലും അവൻ്റെ നാടൻ വേഷവിധാനം അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല.
ഇവനെ കണ്ടിട്ട് ഒരു അമ്പലവാസിയെ പോലെ ഉണ്ടല്ലോ. എനിക്കൊരു രീതിയിലും യോജിക്കാത്ത ഒരുത്തനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി? ദേവനെ കണ്ടപ്പോൾ ദുർഗ മനസ്സിൽ ചിന്തിച്ചതാണ്. ദുർഗയ്ക്ക് എന്താ പറയാനുള്ളത്? തനിക്ക് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് അങ്കിൾ പറഞ്ഞല്ലോ. തന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദുർഗയെ നോക്കി ദേവൻ ചോദിച്ചു. നമ്മുടെ കല്യാണത്തിന് മുൻപ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ അച്ഛനറിയാൻ പാടില്ല. ആ ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം. മുഖവരി ഒന്നും കൂടാതെ ദുർഗാലക്ഷ്മി അവനോട് പറഞ്ഞു. ദുർഗ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും തൻ്റെ അച്ഛനോട് പറയില്ല. തനിക്ക് എന്താണെങ്കിലും എന്നോട് ധൈര്യമായി തുറന്നു പറയാം. പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി. ഒരു ഡോക്ടറായി എനിക്ക് ഒരിക്കലും ചേർന്ന ബന്ധമല്ലിത്. ഒരു കൃഷിക്കാരനെ കല്യാണം കഴിക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ഒരു രീതിയിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചാലും എനിക്ക് നിങ്ങളുമായി ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിവാഹശേഷം 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് തരണം. നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പിരിഞ്ഞ കാര്യം എൻ്റെ അച്ഛൻ അറിയാനും പാടുള്ളൂ. അന്ന് അദ്ദേഹത്തെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിൽ ദുർഗ അവനെ നോക്കി. എനിക്ക് സമ്മതമാണ് ദുർഗ. എൻ്റെ കൂടെ ജീവിക്കാൻ തനിക്കിഷ്ടമില്ലെങ്കിൽ തനിക്ക് പിരിഞ്ഞു പോകാം. അതിന് 1 വർഷം വരെ കാത്തിരിക്കണമെന്നില്ലടോ. 6 മാസം കഴിഞ്ഞാലും ഇപ്പോൾ ഡിവോഴ്സ് കിട്ടും. അല്ലെങ്കിൽ അതിലും നല്ലത് ഈ കല്യാണം വേണ്ടെന്ന് വെക്കുന്നതല്ലേ. അത് പറ്റില്ല. കല്യാണം മാറിപ്പോയാൽ എൻ്റെ അച്ഛന് സങ്കടാവും. പിന്നെ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ വിവാഹത്തിൽ നിന്നും ഞാൻ പിന്മാറാത്തത് എൻ്റെ അച്ഛന് കൊടുത്ത വാക്കൊന്നുകൊണ്ട് മാത്രമാണ്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് തൻ്റെ അച്ഛൻ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് തനിക്കെന്നെ ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും ഒരു കോമാളിയെപ്പോലെ ഈ വേഷം കെട്ടാൻ ഞാൻ തയ്യാറായത്. ദേവൻ്റെ വാക്കുകളിൽ നിസ്സഹായത പ്രകടമായിരുന്നു. അവൻ പറഞ്ഞതെല്ലാം കേട്ട് ഒരക്ഷരം മിണ്ടാതെ ദുർഗ തിരിഞ്ഞു നടന്നു. ആ നിമിഷം അവൾക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. 1 മാസത്തിനുള്ളിൽ ദേവൻ്റെയും ദുർഗയുടെയും വിവാഹം മംഗളമായി തന്നെ നടന്നു. സിറ്റിയിലുള്ള ഒരു പ്രമുഖ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവരുടെ വിവാഹം. താൻ കല്യാണം കഴിക്കുന്നത് ഒരു കൃഷിക്കാരനെ ആയതിനാൽ നാണക്കേട് കാരണം ദുർഗാലക്ഷ്മി തൻ്റെ സുഹൃത്തുക്കളെ ആരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നില്ല. എങ്കിലും ദേവൻ്റെയും ജയരാമൻ്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി ഒരുപാട് ആളുകൾ ആ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു. വിവാഹശേഷം ദേവൻ്റെ ഒപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകാനായി കാറിൽ കയറുമ്പോൾ ദുർഗ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മകൾക്കൊട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക് അവളെ തള്ളിവിടേണ്ടി വന്നതിനാൽ ആ അച്ഛൻ്റെ ഹൃദയം അതികഠിനമായി വേദനിച്ചു. എപ്പോഴെങ്കിലും അവളുടെ മനസ്സ് മാറി അവൾ ദേവനെ സ്നേഹിക്കുമെന്ന് ആ വൃദ്ധഹൃദയം ആശിച്ചു. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നീ ദേവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. ഉറപ്പായും നിനക്കവനെ സ്നേഹിക്കാൻ കഴിയും. അച്ഛനാ പറയുന്നത്. ദുർഗയുടെ നിറഞ്ഞൊഴുകിയ മിഴികൾ തുടച്ച് ജയരാമൻ അവളോട് പറഞ്ഞു. ഞാൻ പോയി വരാച്ച. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കർച്ചീഫ് കൊണ്ട് വായ പൊത്തി കരച്ചിലടക്കി അവൾ കാറിനുള്ളിലേക്ക് കയറി. അവരുടെ വിവാഹം നടന്ന ഓഡിറ്റോറിയം ദുർഗയുടെ വീടിൻ്റെ അടുത്താണ്. അവിടെ നിന്നും 2 മണിക്കൂർ ദൂരം യാത്രയുണ്ട് ദേവൻ്റെ വീട്ടിലേക്ക്. ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് അവൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കാർ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം കാരണം ദുർഗ സീറ്റിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടന്നു. തൻ്റെ അടുത്തിരിക്കുന്ന ദേവനെ അബദ്ധത്തിൽ പോലും അവൾ നോക്കാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ദുർഗ കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ദേവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. തന്നോടവൾക്ക് വെറുപ്പാണെന്നറിയാവുന്നതിനാൽ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ദുർഗയെ സമാധാനിപ്പിക്കാൻ അവൻ ശ്രമിച്ചില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം അവർ സഞ്ചരിച്ചിരുന്ന കാറ് ടാറിട്ട റോഡിൽ നിന്നും മണ്ണിട്ട വഴിയിലേക്ക് തിരിഞ്ഞു. ചുറ്റും പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾക്കിടയിലൂടെ പിന്നീട് അവരുടെ
യാത്രക്കിടയ്ക്ക് എപ്പോഴോ ദുർഗ ഉറങ്ങിപ്പോയി. പിന്നീട് വണ്ടി എവിടെയോ നിൽക്കുന്നതും ഡോറുകൾ തുറന്നടയുന്ന ശബ്ദവും കേട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. വകുപ്പോടെ ചുറ്റും നോക്കുമ്പോൾ ഒരു നാലുകെട്ടിന് മുന്നിൽ കാർ നിൽക്കുന്നതാണ് അവൾ കണ്ടത്. വിശാലമായ മുറ്റത്തിനപ്പുറം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ആ നാലുകെട്ടിലേക്ക് അതിശയത്തോടെ അവൾ നോക്കി. ഇരുനിലയിൽ പണി കഴിപ്പിച്ച ഒരു മണിമാളിക, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പഴമയുടെ ഭംഗി വിളിച്ചോതുന്ന ഇത്തരമൊരു നാലുകെട്ട് ദുർഗ ആദ്യമായിട്ടാണ് കാണുന്നത്. നവവരൻ്റെയും നവവധുവിൻ്റെയും സ്വീകരിക്കൽ ചടങ്ങാണ് അടുത്തത്. ദേവൻ്റെ അപ്പച്ചി സത്യഭാമ നിലവിളക്കുമായി ഉമ്മർത്ത് കാത്തു നിൽപ്പുണ്ട്. വലതുകാല് വെച്ച് കയറിക്കോ മോളെ. സത്യഭാമ പുഞ്ചിരിയോടെ 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് അവളുടെ നേരെ നീട്ടി. അവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് ദുർഗ നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് തറവാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും തനിക്ക് ഇറങ്ങാനുള്ള വഴിയൊരുക്കി തരണേ ദൈവമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചത്. ശേഷം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം സത്യഭാമ തന്നെ അവളെ ഡ്രസ് മാറാനായി ദേവൻ്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. അനാവശ്യ ചിലവുകൾ വരുത്തിവെക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ദേവൻ വീട്ടിൽ റിസപ്ഷൻ നടത്തുന്നില്ല. ചെലവാക്കുന്നത് 1 രൂപയാണെങ്കിലും അവൻ അതിന് കണക്ക് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തനിക്ക് അനാവശ്യമെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും അവൻ ചെയ്യാറില്ല. ഇത്രയും വലിയ ഓഡിറ്റോറിയത്തിൽ കല്യാണം വേണ്ടെന്നും ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതിയെന്നും ദേവന് പറയണമെന്നുണ്ടായിരുന്നു. എങ്കിൽ ജയറാമിൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നില്ല. മകളുടെ കല്യാണം അയാൾ ആർഭാടമായി തന്നെ നടത്തി. അതുകൊണ്ട് മാത്രമാണ് അവൻ അതിനെല്ലാം നിന്നുകൊടുത്തത്. മരകോവണി കയറി മുകളിലെത്തിയ ദുർഗ ആദ്യം കണ്ട മുറിയിലേക്ക് പോയി. മുകളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് തന്നെയാണ് ദേവൻ്റെ മുറിയെന്ന് സത്യഭാമ അവളോട് പറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ബാഗിൽ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചെങ്കിലും അത് കാറിൽ തന്നെയാണ് ഉള്ളതെന്ന് അവൾ ഓർത്തു. പിന്നെ അവൾക്ക് ഇട്ടുമാറാനുള്ളത് ആ മുറിയിലെ അലമാരയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ദുർഗ നേരെ ചെന്ന് അത് തുറന്നു നോക്കി. അതിൽ അവളുടെ സൈസിന് പാകമാകുന്ന നിരവധി മോഡേൺ വസ്ത്രങ്ങളുണ്ട്. ജീവിതത്തിൽ ദുർഗ ആദ്യമായി സാരി ഉടുക്കുന്നത് തന്നെ അവളുടെ കല്യാണത്തിനാണ്. പിന്നെ ഇടയ്ക്ക് ചുരിദാറിടാറുണ്ടെങ്കിലും കൂടുതലും അവൾ ജീൻസും ക്രോപ്പ് ടോപ്പും മറ്റുമാണ് ധരിക്കാറ്. വീട്ടിൽ ടീഷർട്ടും ട്രാക്ക് പാൻറ്റോ കൂടെ ഷോർട്ട്സോ അങ്ങനെയൊക്കെയാണ് ദുർഗ ധരിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം അറിഞ്ഞു വെച്ച ദേവൻ അവൾക്കായി അവളുടെ ഇഷ്ടത്തിനുള്ള എല്ലാ വസ്ത്രങ്ങളും വാങ്ങിവെച്ചു. തറവാടും ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോൾ താൻ ഇനി ധാവണിയും സാരിയും ഒക്കെ ചുറ്റി നടക്കണോ എന്നോർത്ത് അവൾ ആകെ പരിഭ്രമിച്ചതാണ്. എന്നാൽ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അലമാരയിൽ കണ്ടപ്പോൾ ദുർഗയുടെ മനസ്സിലെ ആശങ്ക മാറി. അവളുടെ ഉള്ളം തണുത്തു. ദുർഗയുടെ ഉള്ളിൽ അവൾ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. സാരിയും ആഭരണങ്ങളുമൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം അലമാരയിൽ നിന്ന് ഒരു പാൻറ്റും ടീഷർട്ടും എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങി വസ്ത്രം മാറി അവൾ താഴേക്ക് വരുമ്പോൾ ദുർഗയുടെ ഡ്രസ്സ് കണ്ട് സത്യഭാമ മുഖം ചുളിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള വേഷമൊന്നും ഇടാൻ പറ്റില്ല കുട്ടി. പോയി ഒരു ചുരിദാറോ ധാവണിയോ എടുത്തുടുക്ക്. പുറത്തുള്ളവർ കണ്ട നാണക്കേടാണ്. ഈ നാട്ടിലുള്ള പെൺപിള്ളേർ ഇത്തരം വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ല. സത്യഭാമ തൻ്റെ അനിഷ്ടം പ്രകടമാക്കി. ദുർഗയ്ക്ക് അവൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടപ്പച്ചി. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് കരുതിയാണോ നമ്മൾ ജീവിക്കുന്നത്? സത്യഭാമയുടെ വാക്കുകൾക്ക് ദുർഗ മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് ദേവൻ അവർക്കുള്ള മറുപടി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നത്. അതോടെ അവരുടെ വായ അടഞ്ഞു. ഞാൻ പറഞ്ഞത് നീ തെറ്റായി എടുക്കരുത് ദേവ. ഇവിടെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ആരും ധരിക്കാറില്ല. അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. സത്യഭാമ മുഖം കറുപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അതൊന്നും കാര്യമാക്കാതെ ദേവൻ കുളിച്ച് വസ്ത്രം മാറാനായി നേരെ മുറിയിലേക്ക് പോയി. രാത്രിയോടെ കല്യാണം കൂടാൻ വന്ന ബന്ധുക്കളെല്ലാവരും തങ്ങളുടെ വീടുകളിലേക്ക് പോയി. അവൻ്റെ ബന്ധുക്കളെല്ലാം ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസിച്ചത്. മുരളിയുടെ മരണശേഷം ദേവൻ ഇത്രയും നാൾ ഒറ്റയ്ക്കാണ് ആ വലിയ തറവാട്ടിൽ കഴിഞ്ഞത്. ഇപ്പം അവന് കൂട്ടായി ദുർഗയുമുണ്ട്. ആ നാലുകെട്ടിൽ താഴെ 2 മുറികളും മുകളിൽ 3 മുറികളുമാണുള്ളത്. താഴെയുള്ള മുറികളിൽ ഒരെണ്ണം മുരളിയുടെയും
രണ്ടാമത്തെ മുറി മുരളിയുടെ അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്ക് വരുമ്പോൾ താമസിക്കാനുള്ളതുമാണ്. അച്ഛൻ്റെ ഓർമ്മകൾ വല്ലാതെ വേദനിപ്പിക്കുന്ന സമയത്ത് ദേവൻ ഇടയ്ക്ക് മുരളിയുടെ മുറിയിൽ പോയി കിടക്കാറുണ്ട്. അല്ലാതെ അവൻ കൂടുതൽ സമയവും മുകളിലുള്ള തൻ്റെ മുറിയിൽ തന്നെയാണ് ഉറങ്ങുന്നത്. നീണ്ട ഇടനാഴികളും തണുപ്പ് നിറഞ്ഞ അകത്തളങ്ങളും മനോഹരമായ നടുമുറ്റവും ഒക്കെ ചേർന്ന് അതിമനോഹരമായ ഒരു തറവാടായിരുന്നു അത്. ദേവൻ്റെ നാലുകെട്ട്. ആ തറവാട് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ഇഷ്ടത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രാത്രിയോടെ എല്ലാവരും പോയപ്പോൾ മുകളിലെ മുറിയിൽ ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയ ദുർഗ കാണുന്നത് വടക്ക് ഭാഗത്തുള്ള തൊഴുത്താണ്. ജനാല തുറന്നിട്ടപ്പോൾ പെട്ടെന്ന് വീശിയടിച്ച കാറ്റിൽ ഒഴുകി വന്ന ചാണകമണം ശ്വസിച്ചതും അവൾ കോക്കാനിക്കാൻ വന്നു. ചാണകത്തിൻ്റെ ഗന്ധം കൂടാതെ പശുക്കളുടെ കരച്ചിലും ഒക്കെ കൂടി കേട്ട് അവൾക്ക് ഒരേ സമയം എല്ലാവരോടും ദേഷ്യവും വെറുപ്പും തോന്നി. കലിയോടെ ജനാലവാതിൽ അടച്ചിട്ട് അവൾ കട്ടിലിൽ വന്നിരുന്ന് മൊബൈൽ എടുത്ത് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദേവൻ മുറിയിലേക്ക് കടന്നു വന്നത്. അവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ദേവൻ അതൊന്നും കാര്യമാക്കാതെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവളെ അവഗണിച്ചവൻ കട്ടിലിൻ്റെ ഒരു വശത്തായി വന്ന് കിടന്നപ്പോൾ ദുർഗ ബെഡിൻ്റെ മറുവശത്തേക്ക് ചേർന്ന് കിടന്നു. അവർ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വാതിലെ തുടരെയുള്ള മുട്ടും കോളിമ്പൽ ശബ്ദിക്കുന്നതുമൊക്കെ കേട്ടുകൊണ്ട് ദുർഗ ഞെട്ടി ഉണർന്നത്. അവൾ നോക്കുമ്പോൾ ദേവൻ ധൃതി താഴേക്ക് പോകുന്ന കണ്ടു. ഈ രാത്രിയിൽ ആരായിരിക്കും അവിടെ വന്നത്? അറിയാനുള്ള ആകാംക്ഷയിൽ അവളും അവൻ്റെ പിന്നാലെ പോയി. തൊഴുത്തിലെ പണിക്കാരനായ ദാമോച്ചേട്ടനാണ്. എന്താ ഏട്ടാ, എന്തു പറ്റി? അമ്മണിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പരിഭ്രാന്തിയോടെയുള്ള ദാമുവിൻ്റെ നിൽപ്പ് കണ്ട് ദേവൻ ചോദിച്ചു. മോനെ, അമ്മണി ഉടനെ പ്രസവിക്കും. മോൻ കൂടി ഒന്ന് വരുമോ? മോനും കൂടി അടുത്തുണ്ടെങ്കിൽ ആ മിണ്ടാപ്രാണിക്ക് അതൊരു ആശ്വാസമാകും. അമ്മണി വല്ലാണ്ട് കരയുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്, ദാമു പറഞ്ഞു. ഞാൻ വരാൻ ചേട്ടാ. ദേവൻ പെട്ടെന്ന് അകത്തേക്ക് പോയി ധരിച്ചിരുന്ന ഷർട്ടും മുണ്ടും മാറ്റിയിട്ട് ഒരു കൈലിയും ബനിയനും ധരിച്ച് പുറത്തേക്ക് ഓടി വന്നു. താൻ വാതിലടിച്ച് കിടന്നോ, ഞാൻ വരാൻ വയ്ക്കും, ദുർഗയോട് പറഞ്ഞിട്ട് അവളുടെ മറുപടി കാത്തു നിൽക്കാതെ അവൻ ദാമുവിനൊപ്പം പോയി. ദേവൻ പോയി കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ ഒറ്റയ്ക്കായിപ്പോയ ദുർഗയ്ക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എത്ര സമയം കടന്നുപോയെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ദേവനെ കാണാതായപ്പോൾ തൊഴുത്തിലേക്ക് തുറക്കുന്ന ജനൽ തുറന്ന് ദുർഗ അവൻ അവിടെ ഉണ്ടോയെന്ന് നോക്കി. പേറ്റുനോവിനാൽ കരയുന്ന അമ്മണിയുടെ വയറിലും പുറത്തും തടവി അതിനെ ആശ്വസിപ്പിക്കുകയാണ് ദേവൻ. മുറിയിലിരുന്ന ദുർഗ ആ കാഴ്ച കണ്ടു. ദേവൻ്റെ സാമീപ്യത്തിൽ ആ മിണ്ടാപ്രാണി ആശ്വാസം കൊള്ളുകയാണ്. അമ്മണി ജനിച്ചു വീണപ്പോൾ മുതൽ ദേവൻ അതിനോടൊപ്പം അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് അവന് ആ പശുവിനോടൊരു പ്രത്യേക അടുപ്പമുണ്ട്. അതിനും അവനോട് പ്രത്യേക സ്നേഹവുമാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മണി പ്രസവിച്ചു. വെളുപ്പിൽ കറുത്ത പുള്ളികളുള്ള ഒരു കുഞ്ഞു പശുക്കുട്ടിയാണ് അവൾ പ്രസവിച്ചത്. ദേവൻ അരുമയോടെ അതിൻ്റെ ദേഹത്ത് തലോടി. ശേഷം അവൾ പ്രസവിച്ചിട്ട് പശുക്കുട്ടിയെ കയ്യിലെടുത്ത് അവൻ കൊഞ്ചിച്ചു. പിന്നീട് അതിനെ തുടച്ച് വൃത്തിയാക്കി പാല് കുടിക്കാൻ അമ്മണിയുടെ അടുത്താക്കിയ ശേഷം അവൻ തിരികെ തറവാട്ടിലെത്തി. എത്തിയ പാടെ പുറത്ത് കിണറിനരികിൽ നിന്ന് കുളിച്ച് ശരീരം വൃത്തിയാക്കി ശേഷമാണ് മുറിയിലേക്ക് കയറി വന്നത്. ദേവൻ പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൾക്ക് അവനെ ചാണകം മണക്കുന്നുണ്ടെന്ന് തോന്നി. അതെ, ഈ ചാണകനാറ്റവും വെച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് കിടക്കണ്ട, താഴെങ്ങാനും പോയി കിടക്ക്. എനിക്ക് ഈ ചാണകത്തിൻ്റെ ചെളിയുടെ ഒന്നും സ്മെല്ല് തീരെ പിടിക്കില്ല. നിങ്ങൾ മുറിയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ചാണകം നാറിയിട്ട് വയ്യ. ദുർഗ മൂക്ക് ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ വാക്കുകൾ കേട്ടതും ദേവന് ഒരു നിമിഷം വല്ലാതായി. കട്ടിലിൽ കിടക്കാൻ തുടങ്ങിയ അവൻ ഒരു പരമ്പെടുത്ത് നിലത്ത് വിരിച്ചിട്ട് അതിലേക്ക് കിടന്നു. തന്നെ മുറിയിൽ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് അപ്പുറത്തെങ്ങാനും പോയി കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ തനിക്ക് ഈ തറവാടും പരിസരവും ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് കിടന്ന് പേടിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനിവിടെ നിലത്ത് കിടക്കുന്നത്. ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത മുറി കിടന്നോളാം. അത് പറയുമ്പോൾ ദേവൻ്റെ ശബ്ദം ഒന്ന് ഇടറി. ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ളതുകൊണ്ട് അവനോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ദുർഗയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ നിശബ്ദയായി കട്ടിലിൽ കയറി തലവഴി പുതച്ചു കിടന്നു. ദേവൻ അമ്മിണിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവൾ ജനാല വഴി അവനെ നോൽക്കുന്നത് ദേവൻ കണ്ടതാണ്.
പാതിരാത്രി എന്തിനാണ് പോയതെന്നറിഞ്ഞിട്ടും ഒരു ഡോക്ടറായ ദുർഗയ്ക്ക് എങ്ങനെയാണ് മനസ്സാക്ഷിയില്ലാതെ ഇങ്ങനെയെല്ലാം പറയാൻ സാധിക്കുന്നതെന്ന് ദേവന് മനസ്സിലായില്ല. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. നാട്ടിൽ തന്നെ PG ചെയ്യാൻ തീരുമാനിച്ച ദുർഗ നാട്ടിലെ കോളേജിൽ ചേരാതെ പുറത്തേക്ക് പഠിക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരിൽ നിന്നും അകന്നു നിന്നാൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ എന്നതാണ് അവൾ ചിന്തിച്ചത്. അതിനായി US പോകാനുള്ള ഒരുക്കങ്ങൾ ദുർഗ ആരംഭിച്ചു. അവിടുത്തെ അഡ്മിഷൻ സമയം കഴിഞ്ഞതിനാൽ ഇനി ദുർഗയ്ക്ക് അടുത്ത വർഷം മാത്രമേ അമേരിക്കയിലേക്ക് പോകാൻ പറ്റൂ. അതുവരെ ദേവൻ്റെ തറവാട്ടിൽ നിന്ന് അവനിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി അമേരിക്കയിലേക്ക് വിടാമെന്ന് അവൾ പദ്ധതിയിട്ടു. രാവിലെ 5 മണിക്ക് ഉറക്കം ഉണർന്ന് പാടത്തേക്ക് പോകുന്ന ദേവൻ പിന്നീട് 8 മണിക്കാണ് പ്രാതൽ കഴിക്കാൻ എത്തുന്നത്. പ്രാതലായി അവൻ കഴിക്കുന്നത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറും മോരുമാണ്. പിന്നെ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് പോകും. ദുർഗയുടെ ഇഷ്ടങ്ങൾ അവളുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി വെച്ചതിനാൽ അവൾക്കിഷ്ടമുള്ള ആഹാര സാധനങ്ങൾ അവിടുത്തെ അടുക്കളയിൽ അവൻ ഒരുക്കി വെച്ചു. അതുകൊണ്ട് രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് വരുന്ന ദുർഗ അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കും. മിക്കവാറും ദിവസങ്ങളിൽ അവൾ രാവിലെ ബ്രെഡും ബട്ടറും ഒക്കെയാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ അവൻ ഉണ്ടാക്കുന്ന ചോറിൽ നിന്ന് ഒരു പങ്ക് അവൾക്ക് കൂടെ മാറ്റി വെക്കുന്നത് കൊണ്ട് ദുർഗ അതെടുത്ത് കഴിക്കാറുണ്ട്. അവനുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനൊന്നും അവൾക്ക് യാതൊരു മടിയുമില്ല. കാരണം അവനുണ്ടാക്കുന്ന കറികൾ അത്രയും രുചികരമായിരുന്നു. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് അവൻ കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദുർഗയ്ക്ക് കഴിക്കാനായി ദേവൻ ഇടയ്ക്ക് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഇരുവരും തമ്മിലുള്ള സംസാരം വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ അവനോട് ദേഷ്യപ്പെടാൻ മാത്രമാണ് ദുർഗ മിണ്ടുന്നത് പോലും. ദേവൻ രാവിലെ 5 മണിക്ക് ഉണർന്നിട്ട് പോകുന്നതിനാൽ വൈകുന്നേരം 6 മണിക്ക് അവൻ തിരികെ എത്തുമ്പോഴാണ് ദുർഗദേവനെ കാണാറുള്ളത്. ആ സമയത്തൊക്കെ അവൾ അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കാൻ ശ്രമിക്കും. കണ്ട പാടത്തും പറമ്പിലും ചെളിയിലും നടക്കുന്ന ഒരാളെയല്ല താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതെന്നും നിങ്ങളെ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താൻ പോലും എനിക്ക് നാണക്കേടാണെന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോയാൽ മതിയെന്നുമൊക്കെ അവൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ 3 മാസം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും എനിക്ക് നിങ്ങളോട് ഒരു തരി പോലും ഇഷ്ടം തോന്നുന്നില്ല. നിങ്ങൾ ആ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ചെളിയുടെയും ചാണകത്തിൻ്റെയൊക്കെ നാറ്റമാണ്. ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് വരാൻ പോലും എനിക്ക് അറപ്പ് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു രീതിയിലും ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിൽ ഞാൻ ജീവിതകാലം മൊത്തം കൂടെ ഉണ്ടാവും എന്നൊരാഗ്രഹം മുളപൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനാണ്. അഹങ്കാരം നിറഞ്ഞ അവളുടെ വാക്കുകൾക്ക് മുന്നിൽ ദേവൻ മൗനം പാലിച്ചു. അവളോട് എന്തെങ്കിലും പറഞ്ഞു തീർക്കാൻ അവൻ മുതിർന്നില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? അവൻ മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും ദുർഗ ചോദിച്ചു. ഞാൻ എന്തു പറയാനാണ്? ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കുകയില്ല. നിന്നെപ്പോലൊരു പെണ്ണിനെയല്ല ഞാനും എൻ്റെ ഭാര്യയെ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു പോകുമെന്ന പേടിയൊന്നും നിനക്ക് വേണ്ട. നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിനക്ക് ഡിവോഴ്സ് നൽകുക തന്നെ ചെയ്യും. നീ എങ്ങനെ പഠിച്ച് റാങ്ക് വാങ്ങി ഒരു ഡോക്ടറായി എന്നതാണ് എനിക്കതിശയം. എന്നെ ചേറും ചെളിയും ചാണകവുമൊക്കെ നാറുന്നുണ്ടെന്ന് പറയുന്ന നീ എങ്ങനെ നിനക്ക് മുന്നിൽ പല അവസ്ഥകളിലെത്തുന്ന രോഗികളെ ചികിത്സിക്കും? എന്നെ അറപ്പോടെ മാറ്റി നിർത്തുന്ന പോലെ നീ അവരെ മാറ്റി നിർത്തുമോ? അങ്ങനെയാണെങ്കിൽ നിനക്കൊരിക്കലും ഒരു നല്ല ഡോക്ടറാവാൻ കഴിയില്ല ദുർഗ. പിന്നെ എന്നോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് നിനക്കിതെല്ലാം അറപ്പെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നീ എന്നെ അറപ്പോടെയും വെറുപ്പോടെയും എത്ര തവണ മാറ്റി നിർത്തിയാലും എനിക്കൊരു കുഴപ്പവുമില്ല. എന്നോട് കാണിക്കുന്ന ഈ പെരുമാറ്റം രോഗികളോട് കാണിക്കാതിരുന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്ന് പോയി. ദേവൻ പറഞ്ഞ വാക്കുകളിൽ തരിച്ചു നിൽക്കുവാണ് ദുർഗ. കാരണം അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ദേവനോടുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ടാണ് അവൾ നിരന്തരം അവനെ അറപ്പോടെയും വെറുപ്പോടെയും മാറ്റി നിർത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ അവനോട് ചെയ്യുന്ന താനൊരു ഡോക്ടർ പദവിക്ക്
അർഹയാണോ എന്ന് ഒരു നിമിഷം ദുർഗ ചിന്തിച്ചു പോയി. അതിനുശേഷം പിന്നീട് അവൾ അവനോട് ആ രീതിയിൽ പെരുമാറിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞതിലും ചെയ്തതിലും ദുർഗയ്ക്ക് പിന്നീട് കുറ്റബോധം തോന്നി. അവനോടുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് ദുർഗ ചിന്തിച്ചതില്ല. ഒരു ദിവസം രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് കടന്നു വന്ന ദേവൻ പതിവ് പോലെ പരമ്പെടുത്ത് നിലത്ത് വിരിച്ച് കിടക്കാൻ തുടങ്ങുമ്പോൾ ദുർഗ അവൻ്റെ അരികിലേക്ക് വന്നു. നിങ്ങളോട് ഞാൻ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറപ്പോടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളോടുള്ള ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ അടുപ്പം കാണിച്ച എന്നോട് ഇഷ്ടം തോന്നി എനിക്ക് ഡിവോഴ്സ് തരില്ലെന്നൊക്കെ ഞാൻ ഭയന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് വരുമ്പോൾ നിങ്ങളെ ചെളിയും ചാണകവും ഒന്നും നാറില്ല. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാ. അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തി നോവിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുവാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ നിലത്ത് കിടക്കാതെ കട്ടിലിൽ വന്ന് കിടക്കുക. ഒരു കൃഷിക്കാരനെ കല്യാണം കഴിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ആ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുവാണ്. നമ്മുടെ ജോലികൾ തമ്മിലുള്ള അന്തരം നമുക്കൊരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങളോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഈ തൊഴിൽ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം വിട്ട് മറ്റൊരു ജോലി നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. ആരെയും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാൻ നമുക്ക് പാടില്ല. അതാണ് എൻ്റെ പോളിസി. അതുകൊണ്ട് പിരിയുന്ന നാൾ വരെ നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയാം. ദുർഗയുടെ വാക്കുകൾ അവിശ്വസനീയതയോടെയാണ് ദേവൻ കേട്ടു നിന്നത്. വേണ്ട, ഞാനിവിടെ തന്നെ കിടന്നോളാം. നമ്മുടെ ആദ്യ രാത്രി മുതൽ ഞാനിവിടെ തന്നെ അല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ആ ശീലങ്ങളൊന്നും ഇനി മാറ്റേണ്ട. പിന്നെ താൻ പറഞ്ഞതുപോലെ ഇനി മുതൽ നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ കഴിയാം. സുഹൃത്തുക്കളായി തന്നെ പിരിയുകയും ചെയ്യാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേവൻ പരമ്പ് വിരിച്ചു കിടന്നു. അന്നാദ്യമായി അവൻ്റെ ആ അവഗണന ദുർഗയെ ചെറുതായെങ്കിലും ഒന്ന് വേദനിപ്പിച്ചു. താൻ ഇത്ര നാളും അവനെ അവഗണിച്ചപ്പോൾ ദേവൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ദുർഗ ഓർത്തു. മനസ്സിൽ അവനോടൊരായിരം വട്ടം മാപ്പ് ചോദിച്ചുകൊണ്ടവൾ തിരികെ കട്ടിലിൽ പോയി കിടന്നു. ദിവസങ്ങൾ പിന്നെയും ഓടിമാഞ്ഞു. പഴയതുപോലെ തന്നെ വിരസമായ കുറേ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയി. പക്ഷേ ദുർഗ എപ്പോഴോ അവൾ അറിയാതെ ദേവനെ സ്നേഹിക്കാൻ തുടങ്ങി. താൻ അവനെ അവഗണിച്ചതുപോലെ അവൻ തിരികെ അവഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദുർഗയ്ക്ക് അവനോട് എന്തോ ഒരു അടുപ്പം തോന്നിയത്. ഒരു പുരുഷൻ ആദ്യമായിട്ടാണ് അവളുടെ മുഖത്ത് നോക്കി, ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല, നിന്നെപ്പോലൊരു പെണ്ണിനെയല്ല ഞാൻ ഭാര്യയായി കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. ഇതുവരെ ജീവിതത്തിൽ ഒരു പുരുഷനും ദുർഗയോടങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് അവൾ പോലും അറിയാതെ എപ്പോഴും അവനിലേക്ക് ചായാൻ തുടങ്ങി. ഇതുവരെ ദേവനോട് അങ്ങോട്ട് 1000 വട്ടം എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവൾക്കൊരു ഉൾക്കുത്തും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. അത് ദേവനെ അടുത്തറിഞ്ഞപ്പോഴാണോ എന്ന് അവൾക്കറിയില്ല. എങ്കിലും എന്തോ ഒരു കുഞ്ഞിഷ്ടം ദുർഗയുടെ മനസ്സിൽ ജന്മമെടുത്ത് കഴിഞ്ഞു. എന്നാൽ സ്വന്തം മനസാക്ഷിയോട് തന്നെ അത് സമ്മതിക്കാൻ ദുർഗ ഒരുക്കമായിരുന്നില്ല. തനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, താൻ ഇവിടെ നിന്നും പോകേണ്ടവളാണെന്ന് അവൾ ദിവസവും തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദേവൻ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാമുച്ചേട്ടൻ അവൻ്റെ അരികിലേക്ക് ഓടിയെത്തിയത്. മോനെ ദേവാ, ദുർഗക്കുഞ്ഞ് അവിടെ കുളപ്പടവിൽ ചോര ഒലിപ്പിച്ച് വീണ് കിടക്കുന്നു. കന്നുകുട്ടി കുളക്കരയിലേക്ക് ഓടിപ്പോയപ്പോൾ അതിനെ പിടിക്കാൻ പുറകെ ചെന്നതാ. അപ്പോഴാണ് ഞാനിത് കണ്ടത്. വിളിച്ചു നോക്കിയിട്ട് മിണ്ടുന്നില്ല. എപ്പോഴാണ് വീണതെന്നറിയില്ല. ഭീതിയോടെ അയാളത് പറയുമ്പോൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ദേവൻ കുളക്കടവിലേക്ക് ഓടിയത്. അവിടെ പടിക്കെട്ടിൽ തലയിടിച്ച് കിടക്കുന്ന ദുർഗയെ കണ്ടതും അവൻ്റെ നെഞ്ചൊന്നാളി. ദുർഗ മോളെ. അത്രയും നാൾ അവൻ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന സ്നേഹമെല്ലാം അവൻ്റെ വാക്കുകളിൽ പ്രകടമാണ്. പക്ഷെ അവൻ എത്ര വിളിച്ചിട്ടും മുഖത്ത് വെള്ളം തളിച്ചിട്ടും അവൾ ഉണർന്നില്ല. അനക്കം മറ്റു കിടക്കുന്ന ദുർഗയെ
കൈകളിൽ എടുത്തുകൊണ്ടവൻ ആശുപത്രിയിലേക്ക് ഓടി. ഐസിയുവിന് പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവൾക്ക് എന്താണ് പറ്റിയതെന്നറിയാതെ അവൻ ആദിയേറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദുർഗയെ നോക്കിയ ഡോക്ടർ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ട് അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, ദുർഗയ്ക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് എന്താ പറ്റിയത്? ദേവൻ്റെ ശബ്ദത്തിൽ ആദ്യം നിറഞ്ഞു. സ്റ്റെപ്പിൽ വഴുക്കി വീണതായിട്ടാണ് മനസ്സിലായത്. തലയ്ക്ക് നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഉടനെ ഒരു സർജറി വേണം. പിന്നെ വലതുകാലിന് പൊട്ടലുണ്ട്. ഒരു 6 മാസം റെസ്റ്റ് എടുത്താലേ കാല് നിലത്ത് കുത്തി നടക്കാൻ പറ്റൂ. ഡോക്ടറുടെ വാക്ക് കേട്ട് ദേവൻ ഞെട്ടി. എങ്കിലും അവളുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ എന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമായി. ദുർഗയുടെ സർജറി വിജയകരമായി കഴിഞ്ഞു. തലയ്ക്ക് പിന്നിൽ 10 സ്റ്റിച്ചുണ്ട്. 2 ആഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജയരാമനും രേണുകയും ദുർഗയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ദേവൻ അതിന് സമ്മതിച്ചില്ല. തൻ്റെ തറവാട്ടിൽ വെച്ച് അപകടം സംഭവിച്ചതിനാൽ അവളെ താൻ നോക്കിക്കൊള്ളാമെന്ന് അവൻ അവരോട് പറഞ്ഞു. കൂടാതെ ജയരാമൻ സുഖമില്ലാതിരിക്കുന്നതിനാൽ രേണുകയ്ക്ക് ഒറ്റയ്ക്ക് ദുർഗയുടെ കാര്യങ്ങൾ നോക്കാനാവില്ലെന്നും അവൻ പറഞ്ഞപ്പോൾ അവരും അത് ശരിയാണെന്നും ചിന്തിച്ചു. അങ്ങനെ ദുർഗയെ ദേവൻ്റെ തറവാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. അവളെ കുളിപ്പിക്കാനും ഡ്രസ്സ് ഇടിക്കാനും ഒക്കെ ഒരു സ്ത്രീയെ ദേവൻ നിർത്തി. പക്ഷേ മുഷിഞ്ഞ അവളുടെ തുണികളും മലമൂത്രങ്ങൾ പുരണ്ട വസ്ത്രങ്ങളുമൊക്കെ അവൻ തന്നെയാണ് കഴുകിയിരുന്നത്. അതൊക്കെ ചെയ്യാൻ ജോലിക്കാരെ നിർത്തുന്നത് അവനെന്തോ കുറച്ചിലായി തോന്നി. തൻ്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ താൻ തന്നെയാണല്ലോ കഴുകേണ്ടതെന്ന് അവൻ ചിന്തിച്ചു. പിന്നെ ദുർഗയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാണ് അവളുടെ മറ്റു കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുക്കാൻ മുതിരാതിരുന്നത്. 1 മാസം കടന്നുപോയി. മുറിക്കുള്ളിൽ ഒരേ കിടപ്പ്. ദുർഗ ശരിക്കും മടുത്തു. അവൾക്ക് വയ്യാതായ ശേഷം ദേവൻ പതിവ് പോലെ 5 മണിക്ക് എണീറ്റ് പാടത്ത് പോവില്ല. സദാസമയവും അവർക്കൊപ്പം അവനും ഉണ്ടാകും. ദേവൻ്റെ സ്നേഹവും സാമീപ്യവുമെല്ലാം ദുർഗയെ ദുഃഖത്തിലാഴ്ത്തി. ആ ദിവസങ്ങളിൽ അവൾക്ക് അവനോട് അളവറ്റ സ്നേഹം തോന്നി തുടങ്ങി. എങ്കിലും തനിക്കവനെ സ്നേഹിക്കാനുള്ള അർഹതയില്ലെന്ന് സ്വയം മനസ്സിലാക്കി തൻ്റെ സ്നേഹം ദുർഗ ഉള്ളിൽ തന്നെ അടക്കി വെച്ചു. 1 മാസം കഴിഞ്ഞുള്ള ഒരു പകൽ രാവിലെ ദുർഗ ഉറക്കമുണരുമ്പോൾ മുറിയിൽ പരിഭ്രമിച്ച് നിൽക്കുന്ന ദേവനെയാണ് അവൾ കണ്ടത്. എന്തു പറ്റി? എന്താ മുഖത്തൊരു സങ്കടം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് അവൾ ചോദിച്ചു. തന്നെ നോക്കാൻ വന്നുകൊണ്ടിരുന്ന ചേച്ചിയുടെ ഭർത്താവിന് ചിക്കൻ ബോക്സ് ആണ്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് അവർക്ക് വരാൻ പറ്റില്ല. ജയരാമനങ്കിളിന് കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും ചുമയും ഒക്കെയുണ്ട്. അതുകൊണ്ട് രേണുകാൻ്റിക്കും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുളിപ്പിക്കാനും മറ്റുള്ള കാര്യത്തിന് ഇന്ന് ആരും ഉണ്ടാവില്ല. താൻ ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യൂ. ഞാൻ നാളെ ആരെങ്കിലും കിട്ടുമോ നോക്കാം. ദേവൻ്റെ അങ്കലാപ്പിന് കാരണം അതാണെന്ന് മനസ്സിലായതും ദുർഗ ഒന്ന് ചിരിച്ചു. ഇതാണോ ഇത്ര വലിയ കാര്യം? ദേവേട്ടന് തന്നെ എന്നെ കുളിപ്പിച്ചൂടെ? എൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ പുരണ്ട വസ്ത്രം കഴുകാൻ അറപ്പില്ലാത്ത ആൾക്ക് എന്നെ കുളിപ്പിക്കാൻ എന്തിനാണ് അറപ്പ്? ദേവേട്ടൻ എന്നെ കുളിപ്പിച്ചു തരുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ദുർഗയുടെ ദേവേട്ട എന്നുള്ള വിളികൾ കേട്ട് ദേവൻ്റെ കണ്ണു മിഴിഞ്ഞു. താൻ കേട്ടത് സത്യമാണോ എന്ന് അവന് സംശയമായി. ഒപ്പം അവൾ പിന്നീട് പറഞ്ഞ വാക്കുകൾ ദേവൻ്റെ ഹൃദയത്തെ പൊള്ളിച്ചു. ദുർഗയുടെ ആ മാറ്റം അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. താൻ ബോധത്തോടെ തന്നെയാണോ ഇതെല്ലാം പറയുന്നത്? ദേവന് ചോദിക്കാതിരിക്കാനായില്ല. ദേവേട്ടനെ ഞാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷയാണ് ദൈവം എനിക്കിപ്പോൾ തന്നത്. ദേവേട്ടനെ ചാണകം നാറുന്നെന്നും ചേറ് നാറുന്നുണ്ടെന്നുമൊക്കെ പറഞ്ഞ് ഞാൻ വേദനിപ്പിച്ചു. ദേവേട്ടൻ്റെ ജോലിയെ കളിയാക്കിയിട്ടുണ്ട്. ദേവേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് അറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതോർത്ത് ഞാൻ പിന്നീട് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഞാൻ അത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഞാൻ വീണുപോയ സമയം ഒരറപ്പും വെറുപ്പുമില്ലാതെ എൻ്റെ അടുത്തേക്ക് വരികയും എന്നെ നന്നായി നോക്കുകയും ഈ മുറിയിൽ എന്നോടൊപ്പം കഴിയുകയും ചെയ്യുന്നതിന് ഞാൻ എങ്ങനെ നന്ദി പറയുക? അത്രയും പറഞ്ഞപ്പോഴേക്കും ദുർഗ പൊട്ടിക്കരഞ്ഞുപോയി. ആദ്യമായിട്ടാണ് അവൻ്റെ മുന്നിലിരുന്ന് അവൾ കരയുന്നത്. ഏയ് ദുർഗ, കരയല്ലേ. തൻ്റെ പക്വതയില്ലായ്മ കൊണ്ടല്ലേ താൻ
താൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുമാത്രമല്ല, എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് താൻ ഇങ്ങനെ കിടപ്പിലാകുന്നതിന് മുൻപേ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവൻ അവളുടെ അരികിൽ വന്നിരുന്നു അവളെ സമാധാനിപ്പിച്ചു. സങ്കടം സഹിക്കാനാവാതെ ദുർഗ ദേവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആദ്യമായിട്ടാണ് അവൾ ഒരു പുരുഷനോട് അത്രയും ചേർന്നിരിക്കുന്നത്. ഒരു പെണ്ണിനെ തൻ്റെ നെഞ്ചിലേക്ക് ദേവൻ ചേർത്ത് പിടിക്കുന്നതും അന്ന് ആദ്യമായിട്ടാണ്. ഇരുവരുടെയും ഹൃദയങ്ങൾ തമ്മിൽ പറയാതെ തന്നെ അവരുടെ പ്രണയം പങ്കിട്ടു. പിന്നെ എന്നേക്കാൾ 5 വയസ്സിന് മുതിർന്നതായതുകൊണ്ടാണ് ഞാൻ ദേവേട്ട എന്ന് വിളിച്ചത്. അത് പറയുമ്പോൾ ദുർഗയുടെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി. തനിക്കെന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാൻ ദുർഗ, ചീത്ത വിളിക്കാതിരുന്നാൽ മതി. അവളുടെ പുഞ്ചിരി അവൻ്റെ മുഖത്തും വിടർന്നു. അന്ന് ദുർഗയുടെ എല്ലാ കാര്യങ്ങളും ദേവൻ ചെയ്തു കൊടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ദുർഗയുടെ എല്ലാ കാര്യങ്ങളും യാതൊരു മടിയും കൂടാതെ അവൻ ചെയ്തു പോന്നു. അവളെ കുളിപ്പിക്കുമ്പോൾ, വസ്ത്രം മാറ്റുമ്പോൾ തെറ്റായൊരു നോട്ടം പോലും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാമാണ് ദുർഗയ്ക്ക് അവനോടുള്ള സ്നേഹം ഇരട്ടിപ്പിച്ചത്. അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചി സുഖമായെങ്കിലും പിന്നീട് അവരോട് വരണ്ടെന്ന് ദേവൻ പറഞ്ഞു. 3 മാസങ്ങൾക്കിപ്പുറം ദേവൻ വീണ്ടും പാടത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ അവൻ ദുർഗയെ ഒപ്പം കൂട്ടി. പാടവരമ്പത്തു കൂടി വീൽ ചെയർ ഉരുട്ടിപ്പോകാൻ കഴിയാത്തതുകൊണ്ട് ദേവൻ ദുർഗയെ തൻ്റെ കൈകളിൽ കോരിയെടുത്താണ് പാടത്തേക്ക് കൊണ്ടുപോയത്. അവൻ്റെ കൈകളിൽ തൂങ്ങിയുള്ള യാത്ര അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ്റെ നെഞ്ചിൽ അങ്ങനെ ചേർന്നിരുന്ന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവൾ അങ്ങനെ ദേവൻ്റെ കൈകളിൽ കിടക്കും. അവനും ദുർഗയെ അങ്ങനെ കൊണ്ടുപോകുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഒരു വേള അവൾ തൻ്റെ ജീവിതത്തിൽ നിന്നും പോകാതിരുന്നെങ്കിലെന്ന് പോലും അവൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ ആഗ്രഹിക്കാൻ മാത്രമല്ലേ തനിക്ക് കഴിയുമെന്നോർത്ത് ദേവൻ നിരാശപ്പെട്ടു. ഇനി കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ദുർഗ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആ സത്യം അവൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അതേസമയം ദേവനോട് പറഞ്ഞു പോയ വാക്കുകളിൽ ഉരുക്കി ദുർഗ അപ്പോഴും ജീവിക്കുകയാണ്. അവൾക്ക് അവനിൽ നിന്നും ഡിവോഴ്സ് വാങ്ങാൻ ആഗ്രഹമില്ല. നിഷ്കളങ്കവും നിർമ്മലവുമായ ദേവൻ്റെ സ്നേഹം ജീവിതകാലം മുഴുവൻ തനിക്ക് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. ദേവൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഈ സമയം തന്നെ ഇങ്ങനെ നോക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. താൻ ഇത്രയൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടും അതൊന്നും തന്നോട് തിരിച്ചു കാണിക്കാത്ത ആ നല്ല മനസ്സിന് ഉടമയായവൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ദുർഗയ്ക്കറിയാം. ദിവസങ്ങളും മാസങ്ങളും പിന്നെയും കടന്നു. തൻ്റെ ദിനചര്യകൾ മാറിയത് ദുർഗ പോലും അറിഞ്ഞില്ല. US പോയി PG ചെയ്യാൻ അവൾക്കിപ്പോൾ ആഗ്രഹമില്ല. നാട്ടിലെവിടെയെങ്കിലും PGക്ക് ചേർന്ന് തുടർന്നുള്ള ജീവിതം ദേവൻ്റെ ഒപ്പം അവൻ്റെ തറവാട്ടിൽ തന്നെ കഴിയാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ദേവനോട് തുറന്നു പറയാനുള്ള ധൈര്യം ദുർഗയ്ക്കില്ലായിരുന്നു. കാരണം തന്നെപ്പോലെയുള്ള ഒരു പെണ്ണിനെ അല്ല ദേവൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ മുൻപ് അവളോട് തുറന്നു പറഞ്ഞത് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് താൻ ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ദേവൻ അവൻ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു പെണ്ണിനെ കെട്ടി അവന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ഇതിനിടയിൽ അവർ രണ്ടുപേരും പരസ്പരം തുറന്നു പറയാതെ അഗാധമായി പ്രണയിക്കാൻ തുടങ്ങി. അവരുടെ കല്യാണം കഴിഞ്ഞ് വർഷമൊന്ന് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 1 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോഴാണ് ദുർഗ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്. ദുർഗ തന്നോട് കാണിക്കുന്ന അടുപ്പം ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന പോലെയാണോ, അതോ അവൾ തന്നെ സ്നേഹിക്കുന്നതാണോ? അതൊക്കെ ഓർത്ത് ദേവന് സംശയമുണ്ട്. പക്ഷേ അതൊന്നും അവനവളോട് തുറന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടി ദുർഗയ്ക്ക് മുന്നിൽ നാണം കെടാൻ ദേവന് സാധിക്കില്ല. അതുകൊണ്ട് തൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം ദേവൻ പരമാവധി പുറത്ത് പ്രകടിപ്പിക്കാതിരുന്നു. ഒരു ദിവസം രാവിലെ ദുർഗ ഉറക്കമെഴുന്നേറ്റ് വരുമ്പോൾ ദേവൻ ധൃതിയിൽ എവിടേക്കോ പോകുന്നതാണ് അവൾ കണ്ടത്. എവിടേക്ക് പോവാണെന്ന് ചോദിച്ചെങ്കിലും ദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് ഉച്ചയോടെയാണ് അവൻ മടങ്ങിയെത്തിയത്. വരുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തോ ഒന്നുണ്ട്. പതിവില്ലാത്ത ഗൗരവത്തോടെയുള്ള ദേവൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നി. രാവിലെ തന്നെ ദേവേട്ടൻ എവിടെ പോയതാ? അവനെ കണ്ടതും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വക്കീലിനെ കാണാൻ പോയതാ. താനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കാത്തിരിക്കുമായിരുന്നു. താൻ പറഞ്ഞതുപോലെ ഞാൻ ഡിവോഴ്സിനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിവോഴ്സ് പെറ്റീഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി താൻ കൂടി ഒപ്പിട്ടാൽ നമുക്കിത് നാളെ തന്നെ
കോടതിയിൽ സമർപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുർഗയ്ക്ക് താൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാമല്ലോ. അല്ലെങ്കിലും എന്നെപ്പോലൊരു കൃഷിക്കാരനെ ഡോക്ടറായി തനിക്ക് ചേരില്ലടോ. ചേരേണ്ടവളാണ് ചേരേണ്ടത്. ഞാൻ ഒഴിഞ്ഞു മാറി തന്നാൽ ദുർഗയ്ക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ച് ജീവിക്കാം. അവസാന വാചകങ്ങൾ പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയത് ദുർഗയ്ക്ക് വ്യക്തമായി മനസ്സിലായി. വേദനയിൽ ചാലിച്ചൊരു പുഞ്ചിരി ദേവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഒന്നും മിണ്ടാതെ വിറയ്ക്കുന്ന കൈകളോടെ ദുർഗ അവൻ്റെ കയ്യിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് വാങ്ങി. അത് തുറന്നു നോക്കിയപ്പോൾ ദേവൻ ഒപ്പിട്ടിരിക്കുന്നത് അവൾ കണ്ടു. അത് കണ്ടത് ഒരു നിമിഷം ദുർഗയ്ക്ക് അവളുടെ ഹൃദയം നിലച്ചുപോയി. ഈ 1 വർഷവും 3 മാസവും എന്നോടൊപ്പം ജീവിച്ചിട്ട് ഒരു നിമിഷം പോലും ദേവേട്ടൻ എന്നോട് ഒരു തരി പോലും ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇടർച്ചയോടെയുള്ള ദുർഗയുടെ ചോദ്യം കേട്ട് ദേവൻ ഞെട്ടലോടെ അവളെ നോക്കി. ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നെപ്പോലൊരു പെണ്ണിനെയല്ല ദേവേട്ടൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് ഞാൻ ദേവേട്ടനെ സ്നേഹിക്കുക? എനിക്കതിനുള്ള അർഹത പോലുമില്ല. ഞാൻ ഒഴിവായാൽ ദേവേട്ടൻ ആഗ്രഹിച്ച കുട്ടിയെ ദേവേട്ടന് കല്യാണം കഴിക്കാമല്ലോ. ദുർഗയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദേവന് മനസ്സിലായില്ല. താനും പറഞ്ഞിട്ടില്ലേ എന്നെപ്പോലൊരു കൃഷിക്കാരനെ തനിക്ക് വേണ്ടെന്ന്? ദേവൻ തിരിച്ചു ചോദിച്ചു. ദേവേട്ടനെ മനസ്സിലാക്കാതെ, ഈ മനസ്സ് കാണാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതിനൊക്കെ ഞാനിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുമുണ്ട്. ഈ ജന്മം തപസ്സിരുന്നാൽ പോലും എനിക്കിങ്ങനൊരാളെ കിട്ടില്ല. വാക്കുകൾ ഇടറിയപ്പോൾ ദുർഗ സംസാരിക്കുന്നത് നിർത്തി. നീ എന്താ ദുർഗ പറഞ്ഞു വരുന്നത്? നെഞ്ചിരിപ്പോടെ ദേവൻ അവളെ നോക്കി. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ദേവേട്ടൻ ഒന്നും മനസ്സിലായില്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾ തൻ്റെ കയ്യിലിരുന്ന ഡിവോഴ്സ് പെറ്റീഷൻ 4ആയി കീറി. എനിക്ക് ദേവേട്ടനെ വിട്ട് എങ്ങോട്ടും പോകണ്ട. ദേവേട്ടനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതിനൊക്കെ ദേവേട്ടൻ എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? ദേവേട്ടൻ എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ മാത്രം ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഈ ജന്മം എനിക്കൊരിക്കലും ദേവേട്ടനെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സെപ്പോഴും ദേവേട്ടനെ സ്നേഹിച്ചു പോയി. ഇനി ദേവേട്ടൻ കൂടെയില്ലാതെ എനിക്ക് പറ്റില്ല. എൻ്റെ ശ്വാസം നിലയ്ക്കുവോളം എനിക്കെൻ്റെ ദേവേട്ടൻ്റെ പെണ്ണായി കഴിയണം. ചെയ്തുപോയ തെറ്റുകൾക്കൊക്കെ എന്നോട് ക്ഷമിക്കില്ലേ ദേവേട്ട? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുർഗ അവൻ്റെ കാൽക്കിലേക്ക് വീണു. ഏയ് ദുർഗ, എന്തായി കാണിക്കുന്നത്? എനിക്ക് തന്നോട് യാതൊരു ദേഷ്യവുമില്ല. എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നിന്നെ പിരിയാൻ എനിക്കും കഴിയില്ലടോ. ദേവൻ സ്നേഹത്തോടെ ദുർഗയെ ഇറുക്കി പുണർന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് ദുർഗ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ദേവൻ അവളുടെ ശിരസിൽ തലോടുകയും മൂർത്താവിൽ ചുണ്ടമർത്തുകയും ചെയ്തു. അവൻ്റെ സ്നേഹചുംബനങ്ങൾ ഏറ്റുവാങ്ങി ദുർഗ നിറഞ്ഞ മനസ്സോടെ നിന്നു. തൻ്റെ മരണം വരെ ഈ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയണം എന്ന് മാത്രമാണ് ദുർഗ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ഹൃദയം മന്ത്രിച്ചതും അതുതന്നെയായിരുന്നു. ശുഭം.